പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അത്താഴത്തിന്റെ പ്രാധാന്യം എന്ന വിഷയവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിന്റെ റസൂൽ ഏറെ പ്രാധാന്യത്തോടു കൂടി നമ്മളെ പഠിപ്പിച്ച ഒരു സുന്നത്താണ് അത്താഴം കഴിക്കുക എന്നത്. അതിനെക്കുറിച്ച് നാം മനസ്സിലാക്കിയതിനേക്കാൾ എത്രയോ മഹത്വമാണ് അത്താഴത്തിന്റെ ഉള്ള പുണ്യം എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നു, തസഹറു ഫ ഇന്ന ഫിസ് സുഹൂരി ബറക്ക. തീർച്ചയായും നിങ്ങൾ അത്താഴം കഴിക്കുക, അതിൽ ബറക്കത്തുണ്ട് എന്ന്. 2 തരത്തിലുള്ള ഗുണങ്ങളാണ് അത്താഴം കഴിച്ചാൽ ഒരാൾക്ക് ലഭിക്കുന്നത്. ഒന്നാമത്തേത് ശാരീരികമായിട്ടുള്ള ഗുണം, മറ്റൊന്ന് ആത്മീയമായിട്ടുള്ളത്. ശാരീരികമായിട്ടുള്ള ഗുണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്താഴം കഴിക്കുന്നതിലൂടെ ക്ഷീണം, അതേപോലെ തന്നെ നമ്മളെ ബോഡിയെ ഒരു ലോങ് ടേം ആണ് നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യുന്നത്, അതിൽ നിന്ന് നമ്മളെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഈ അത്താഴം കഴിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ്. ആത്മീയമായ ഗുണം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മോടടുത്ത 7 ആകാശത്തിൽ നിന്ന് ഏറ്റവും ഏറെ താഴത്തേക്ക് ഇറങ്ങി വന്ന് തൻ്റെ അടിമകളോട് പറയുന്നൊരു സന്ദർഭം. ആ സമയത്താണ് നമ്മൾ ഓരോരുത്തരും അത്താഴത്തിന്റെ ഭക്ഷണം കഴിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല തൻ്റെ അടിമകളോട് പറയുന്നതാണ്, ആരുണ്ട് എന്നോട് സഹായം ചോദിക്കുവാൻ, അവർക്ക് വേണ്ടി ഞാൻ അത് ചെയ്തു കൊടുക്കാം. ആരുണ്ട് എന്നോട് പൊറുക്കലിനെ തേടാൻ, അവർക്ക് ഞാൻ പൊറുത്തു കൊടുക്കാം. ആരുണ്ട് എന്നോട് തൗബ ചെയ്യാൻ, ആ തൗബ ഞാൻ സ്വീകരിക്കാമെന്ന്. ഒന്ന് ആലോചിച്ചു നോക്കൂ. അള്ളാഹു നമ്മുടെ ദുആക്ക് പെട്ടെന്ന് ഉത്തരം തരുന്ന ഒരു സമയം കൂടിയാണ് ഈ അത്താഴത്തിന്റെ സമയം എന്ന് പറയുന്നത്. നമുക്ക് നല്ല ശാരീരികമായി നല്ല ഉന്മേഷവും നല്ല ഉഷാറുമൊക്കെ ഉള്ള ആളാണ് നമ്മളെന്നും, അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു നേരം അത്താഴം കഴിച്ചില്ല എന്ന് വിചാരിച്ച് നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ചിന്തിക്കുന്നിടത്ത് തെറ്റാണ്. അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നത്, ഒരു കാരക്ക കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഇറുക്ക് വെള്ളം കൊണ്ടോ നിങ്ങൾ അത്താഴം കഴിക്കുക. അതേപോലെ അത്താഴത്തിന്റെ സമയം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂൽ അതിനെ മാക്സിമം പിന്തിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, നമ്മളൊക്കെ ഇപ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഉറങ്ങാൻ പോകുന്നത്. പിന്നീട് സുബൈ ബാങ്ക് വളരെ നേരത്തെയാണ്. അതുകൊണ്ട് തന്നെ ഇനി അതിനിടയിൽ വീണ്ടും ഒരു ഭക്ഷണം കഴിക്കേണ്ട ആവശ്യകതയുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കാറുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ റസൂല് നമുക്ക് കാണിച്ചു തന്ന ചര്യ എന്ന് പറയുന്നത്, അത്താഴം കഴിച്ച ഭക്ഷണവും നമസ്കാരവും തമ്മിൽ 50 ആയത്തിന്റെ ദൈർഘ്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അത്രത്തോളം അള്ളാഹുവിന്റെ റസൂൽ അത്താഴത്തെ പിന്തിപ്പിക്കുകയാണ് ചെയ്തത്. അതേപോലെ ഭയഭക്തന്മാരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തു ദാരിയാത്തിൽ പറയുന്നുണ്ട്, കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ. അവർ അള്ളാഹുവിനോട് ആ സമയത്ത് എഴുന്നേറ്റ് വളരെ കുറച്ചു മാത്രം ഉറങ്ങിക്കൊണ്ട് സുജൂദിലായിക്കൊണ്ട് പാപമോചനം നടത്തുന്നവരാണ് എന്ന്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട്, അത്താഴത്തിന്റെ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.